നശിപ്പിച്ചു കളയാണ്, സമയം കൊല്ലുകയാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ എത്രയും ഡിസിപ്ലിൻഡായി ഇശാനിസ്കാരം കഴിഞ്ഞാൽ 3 വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ, അല്ലാത്തവർ മുഴുവൻ സ്ട്രെയിറ്റ് ടു ബെഡ് പോയി ഉറങ്ങണമെന്നാണ്. എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ. സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്ത് ഓതേണ്ടത്, തിവാലുൽ മുഫസ്സലൊക്കെ. നമ്മൾ ഇന്നാത്തിനാക്കെന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്കുക. എന്തുകൊണ്ട്? സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷമല്ല, ആർക്കോ വേണ്ടി എണീറ്റൂടാണ്. ഇശാൻസ്കാരം കഴിഞ്ഞൊരു മാക്സിമം ഒരു 9-9:30 മണി, 10 മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും. നമ്മൾ അപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത്. രാത്രി ഭക്ഷണം, നൈറ്റ് ഫുഡ്, ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ? രാത്രിയായി കഴിഞ്ഞാൽ കന്നുകാലികൾ പോലും തിന്നാറില്ലെന്നാണ്. രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല, പക്ഷികൾ തിന്നില്ല ഭക്ഷണം, കോഴികൾ തിന്നില്ല ഭക്ഷണം. ഇട്ടോട് നോക്കൂ, രാത്രി തിന്നൂല. എന്തേ? മനുഷ്യന്റെ ആമാശയം വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ. നമ്മളിപ്പോ രാത്രി കല്യാണം, നേരം വെളുക്കോളം തിന്നുക. ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ അത്ഭുതം. അള്ളാഹുവിന്റെ മേക്കാ. ഇത് മെയ്ഡ് ഇൻ ചൈന, ജപ്പാനൊന്നല്ല, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരേക്കും നമ്മുടെ കൂടെ. ഇത് അള്ളാഹുവിന്റെ സത്യവൈഭവമാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശ്ശീലങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ഡാമേജ് ആയിപ്പോയേനെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ്. ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ്. നമ്മുടെ നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, നപുംസകകളുടെ ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും. ഇവരാരെയാ കാത്തിരിക്കുന്നത്? ഇവർക്ക് വരാനും കൂട്ടിക്കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത്. മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശപ്തമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ, രാത്രി സമയങ്ങളിൽ അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ എന്ന് പടച്ച തമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ്. നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുസ്സൂചനയുണ്ട്. ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ. നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടപൊരുതണം. നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ്. രാത്രി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ്. പടച്ചവനെ, കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരെ തബീബുൽ ഖുലൂബ് അങ്ങനെ പറയാ, ഏറ്റവും വലിയ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ. ഹൃദയ ശസ്ത്രക്രിയയുടെ മഹാനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹൃദയ ശസ്ത്രക്രിയയുടെ ഡോക്ടറാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല, കീറിമുറിക്കുന്ന ഓപ്പറേഷൻ അല്ല, ഹൃദയത്തിന്റെ ഉള്ളു നന്നാക്കി തരുന്ന മഹാൻ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്റക്തു അഖ്വാമൻ യസ്തഹയൂന മിനല്ലാഹി ഫീ സവാദിൽ ലൈലി മിൻ തൂലിൽ ഹജ്ആ. ഞാൻ കണ്ട ആളുകൾ, മഹാൻ പറയാ, ഞാൻ കണ്ട ആളുകൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു. പടച്ചവനെ, എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ. രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന് പഴിചാരെ, എന്തേ എനിക്കൊന്നും ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദിന് നിന്ന് സാധ്യമായില്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ പഴിചാരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് അങ്ങാടികളിലേക്ക് പോകുമായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിലേക്ക് നട്ടുച്ച നേരത്ത് ഇറങ്ങിച്ചെല്ലും. ഫയുകബ്ബിറുല്ലാഹ, അവിടെ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് പറയും. വയുസബ്ബിഹുഹു, സുബ്ഹാനല്ലാഹ് പറയും. വയദ്കുറുഹു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലും. അങ്ങാടിയിലൂടെ നടന്നിട്ട് ദിക്ർ ചൊല്ലും. അപ്പൊ ആളുകൾ ചോദിക്കുക, എന്താ ഇപ്പത് ഈ നേരത്ത് ഉസ്താദ് എന്താ അങ്ങാടിയിലൂടെ നടക്കുന്നത്? ഇന്നഹാ സഅതു ഗഫലത്തിൻ നാസ്, ജനങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന ഒരു നേരമല്ലേ ഇത്? ഈ അങ്ങാടിയുടെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നുണ പറയാൻ നോക്കും. കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക. അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അത് വിചാരിച്ച് ഇറങ്ങണം. ഇറങ്ങുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു
വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷമാണ് അതിന്റെ കൂലി എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയും. സ്വഹീഹായ ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസാണിത്. ഈ ദിക്ർ ടൗണിലേക്ക് പോകുമ്പോ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ, കാർ എടുത്ത് പോവാൻ, ബസ് കയറി പോവാൻ, ഒരു നഗരത്തിലേക്ക് കയറി ചെല്ലുമ്പോ ചൊല്ലണമെന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലി തിരിച്ചു പോകും. ഒന്നുമില്ല, അങ്ങാടി കയറുമ്പോ ചൊല്ലാൻ 10 ലക്ഷല്ലേ കൂലി. 10 ലക്ഷം ഇതൊക്കെ ബമ്പർ ഓഫർ അല്ലേ? 10 ലക്ഷം ഒറ്റ ദിക്റിന് 10 ലക്ഷം കൂലി. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. 1000ഉം 1500ഉം കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട്. നമുക്ക് അല്ലാഹു 80, 84, 70, 60ന്റെ ഇടയിൽ, അപ്പോഴേക്കും ആ 1000 കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. അതല്ലേ അത്ഭുതം. 1000 കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ 4 മാസമോ 3 മാസമോ എടുത്തിരിക്കാം. ഇന്ന് നമ്മൾ 3-4 മണിക്കൂർ കൊണ്ടെത്തി. അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അല്ലാഹു സമയം കുറച്ചു, സൗകര്യം കൂട്ടി തന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നീതിയാണത്, പടച്ചതമ്പുരാന്റെ നീതിയാണത്. സുബ്ഹാനല്ലാഹ്. നോക്കണേ, ഇബ്നു സീരീൻ എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്ർ ചൊല്ലുന്നു. എന്തിന്? ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ, ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ, ഒരു ദിക്ർ ആവട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ 10 ലക്ഷം കൂലിയുള്ള ദിക്ർ കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല, വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുആ ഉസ്സൂഖ്, മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണം എന്നാണ്.